ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? 2-3 ദിവസമായി എനിക്ക് മാങ്ങ കിട്ടിയിട്ട്. മാങ്ങയൊക്കെ ഇപ്പം ഉണ്ടായാൽ തുടങ്ങിയ ടൈമല്ല. എല്ലായിടത്തൊന്നും ഉണ്ടായിട്ടില്ല, ഇവിടെയൊന്നും ഉണ്ടായിട്ടില്ല, ഒക്കെ പൂത്തിട്ടുണ്ട്. മാങ്ങ ഉണ്ടായിട്ടില്ല. അപ്പോൾ തറവാട്ടിൽ മാങ്ങ ഉണ്ടായിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഉമ്മ കൊടുത്തയച്ചതാണ് മാങ്ങ. അപ്പോൾ 3 ദിവസമായി കിട്ടിയിട്ടൊക്കെ. പക്ഷേ എനിക്ക് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണം ഇതൊക്കെ ആയിട്ട് അപ്പം ഇന്ന് ഞാൻ മീൻകാരൻ വന്നപ്പോൾ ചെറിയ മത്തിയാണ്. അപ്പോൾ നമ്മൾ ചെറിയ മത്തി ഇട്ടിട്ട് മാങ്ങ ഇട്ടിട്ട് പുളി വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അത് മേടിച്ചു. അപ്പോൾ കുട്ടികളൊന്നും ആരുമില്ല, കുട്ടികൾക്കൊന്നും മത്തി ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മത്തി മേടിച്ച് മാങ്ങ ഇട്ടിട്ട് അതൊരു പുളി വെക്കാമെന്ന് വിചാരിച്ചിട്ട്, മാങ്ങട്ട പുളി. അപ്പം എല്ലാവരും ഉണ്ടാക്കണ കറി തന്നെയാണ്. ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുകയല്ല. പക്ഷെ എന്നാലും എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ ഉണ്ടാക്കൽ. പിന്നെ അതുപോലെ നമ്മളെ ന്യൂ ജനറേഷൻ മക്കൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ യൂട്യൂബ് തുറന്നിട്ട് നോക്കുക, അറിയാത്തവർ. അപ്പോൾ അങ്ങനത്തോലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കണതൊന്ന് നോക്കി നിങ്ങൾ ഉണ്ടാക്കണത് പോലെയാണോ എന്നൊക്കെ ഒന്ന് കണ്ട് നോക്കി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പല രീതിയിലും ഞാൻ തന്നെ പല രീതിയിലും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോൾ നമ്മൾ കുറച്ച് വലിയ ജീരകം, ചകിര മതി കേട്ടോ, അതിട്ട് കൊടുത്ത് അതൊരു ചുമന്ന കളർ വരുമ്പോൾ നമ്മളതിൽ കറിവേപ്പില ഇട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചതച്ചെടുത്തുണ്ട്. ചതക്കല്ല, ചെറുതായിട്ട് അര തന്നെ വേണം. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തു, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്താൽ അത് നല്ലോണം ഒന്ന് വഴന്ന് വന്നാൽ നമുക്ക് അതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടി, മത്തിയല്ലേ, അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ എത്ര കറി ഉണ്ടാക്കണമെങ്കിൽ അതിന് പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേറെ നമുക്ക് ഈ മാങ്ങ ഇടുകൊണ്ട്, മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം അതിടുകൊണ്ട് നമുക്ക് അതിൽ വേറെ പുളിയുടെ ആവശ്യമൊന്നുമില്ല. കുടംപുളിയോ വാളംപുളിയോ തക്കാളിയോ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് മാങ്ങേൻ്റെ ഉണ്ടാവും നല്ല ആവശ്യത്തിനുള്ള പുളി. അപ്പോൾ നമുക്ക് ആ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ മാങ്ങയൊക്കെ മസാലയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. മറ്റേത് നമ്മൾ മാങ്ങയുടെ ഒപ്പം നമ്മൾ മത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മത്തി വേവേറും. അപ്പോൾ അതൊക്കെ ഒന്ന് വേവാനായി വരുന്ന ടൈമിൽ നമുക്ക് നമ്മളെ മത്തി ഇട്ട് കൊടുക്കുക. കുഞ്ഞൻ മത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്ന് വെന്ത് വരുവോളം എനിക്ക് കുറച്ച് പാത്രം കഴുകാണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് കഴുകട്ടെ. അപ്പോഴേക്കും കഴുകി കഴിയുമ്പോഴേക്കും നമ്മളെ മസാലയൊക്കെ റെഡിയാവും. അപ്പോൾ നമുക്ക് നമ്മളെ മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പാത്രം കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മളെ മീൻ കറി എന്താ അയക്കണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മത്തി ഇട്ട് കൊടുക്കാം. നമുക്ക് കുഞ്ഞമത്തി ഇത്രയേ ഉള്ളൂ ഞാൻ കറിക്ക് എടുത്ത് വെച്ചിട്ട് കേട്ടോ. കുറച്ച് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, മസാല കൂട്ടി വെച്ചിട്ടുണ്ട്, ഉള്ളു കറിയിലിടണില്ല. അപ്പോൾ നമ്മളെ മത്തി വേകുമ്പോഴേക്കിന് നമുക്ക് ഈ മത്തി കഴുകിയ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം. ചോറ് വെന്തുക്കണമെങ്കിൽ അതൊന്ന് ഊറ്റണം. അതൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഊറ്റണം നമുക്ക്. അപ്പോൾ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കി, എരിയും പുളിയും ഉപ്പൊക്കെ ഉണ്ട്, സൂപ്പറായിക്കോണു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി എന്താണെന്നറിയോ, ഇനി നമുക്ക് ചോറും മീൻ കറിയൊക്കെ ആയി. ഞാൻ കുറച്ച് മീൻ മസാല വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ ചട്ടിയും പാത്രവും ഞാനൊക്കെ ചൊറുക്കുറവുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട. നമുക്ക് നമ്മളെ ഇതിനനുസരിച്ചല്ലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുറേ ആർഭാടമായിട്ട് കാണിക്കാനൊന്നുമുള്ളത് നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മളുള്ള ചട്ടിയും പാത്രത്തിലും നമ്മളൊരു വീഡിയോ എടുക്കണു, ഇടണു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ അവസ്ഥകളൊക്കെ എന്നെ അറിയുന്നവർക്ക് എൻ്റെ അവസ്ഥകൾ അറിയാം, അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്.
എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കൊരു വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ അതിൻ്റേതായ എഡിറ്റിങ്ങും കാര്യങ്ങളോ ഒന്നും അറിയില്ല. എനിക്കറിയണ പോലെ ഒരു വീഡിയോ എടുക്കണു, അത് യൂട്യൂബിലിടണു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ മീനൊന്നാണ് വെന്ത് വരുമ്പോഴേക്കിന് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്ന് കഴുകി വരട്ടെ. അപ്പോൾ പാത്രങ്ങൾ കഴുകുന്നിടത്തൊന്നും നമ്മൾ വീഡിയോ എടുക്കണില്ല. അപ്പോൾ ചോറൂറ്റലും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്ന് ഞാൻ പാത്രങ്ങൾ കഴുകി വരുമ്പോഴേക്കും മീനൊന്നും ആകട്ടെ. നമ്മളെ മീനൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നോക്കട്ടെ. മീൻ ഒരു പുറം ആയിട്ടുണ്ട്, അപ്പോൾ മറിച്ചിട്ട് മീനൊക്കെ മറിച്ചിട്ടു. പാത്രം കഴുകൽ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി കഴുകാണ്ട്, അതും കൂടി കഴുകി വരാം. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പാത്രം കഴുകലൊക്കെയാണ് കഴിഞ്ഞു കേട്ടോ. നമ്മളെ മീനിലേക്ക് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ മീനൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ചോറൂറ്റൽ കഴിഞ്ഞു. ഇനി ഞാൻ ആ കൊട്ടക്കയിലും ഇതൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ട്, അതും കൂടി കഴുകട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ മീനിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് അടുപ്പത്തിരുന്ന് ഒന്നും കൂടി റെഡിയായാൽ നമുക്ക് അത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാറ്, നമ്മളെ ചോറൊന്നാണ് വെള്ളം പൊട്ടിക്കാൻ വെക്കുക. ചോറ് വെള്ളം പൊട്ടി നമ്മളെ വീതനകളൊക്കെ, നമ്മളെ ചോറും കറിയും ഇതൊക്കെ ആയാലോ. അപ്പോൾ ഒന്ന് വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് നമ്മളെ ചോറൊന്നും ഇറക്കി വെച്ചിട്ട് നമുക്ക് ചോറിറക്കി വെച്ചിട്ട് നമ്മളെ കുടിക്കാനുള്ള വെള്ളം നമുക്ക് അടുപ്പത്തേക്ക് വെക്കുക. അപ്പോൾ അതങ്ങനെ അവിടെ കടന്ന് തിളച്ചോളും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ഓക്കേ, ബൈ.